ദുരവസ്ഥകളുടെ പടുകുഴിയിലാണ് എറണാകുളം മഹാരാജാസ് താലൂക്ക് ആശുപത്രി. സർക്കാർ ആശുപത്രികൾ മികച്ച നേട്ടം കൈവരിക്കുന്ന കേരളത്തിലാണ് ഇങ്ങനെയൊരു ആശുപത്രി ഉള്ളത്. ആവശ്യത്തിന് ഡോക്ടേഴ്സോ സൗകര്യങ്ങളോ ഇവിടെയില്ല. മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരുന്നവർക്ക് മതിയായ ഡോക്ടേഴ്സ് ഇല്ലാത്തതിന്റെ പേരിൽ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. കാലങ്ങളായി മന്ത്രിമാരോ ജനപ്രതിനിധികളോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വിമർശനം. ഇന്ന് ഈ ഹോസ്പിറ്റലിന്റെ ശോചനാവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ 2-3 പേര് ഉള്ളൂ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കണത്. ഡോക്ടർമാരൊക്കെ 2-3 പേരുണ്ട്, കുറവുണ്ട്. ഇപ്പോൾ 5 പേരൊക്കെ ഉള്ളൂ, 5-6 പേരൊക്കെ ഉള്ളൂ. അവരൊക്കെ 1 മണി ആകുമ്പോൾ തന്നെ അവരൊക്കെ വീട്ടിലേക്ക് പോകും. പിന്നെ ഇവിടെ ആരുമില്ല. പിന്നെ ഇവിടെ പട്ടിൻ്റെയൊക്കെ കേന്ദ്രമാണ്. ആശുപത്രിയിൽ സർജൻ ഇല്ലാതായിട്ട് മാസങ്ങളായി. അടിയന്തര സാഹചര്യത്തിൽ മതിയായ ഡോക്ടേഴ്സും സർജനും ഇല്ലാത്തത് വലിയ വെല്ലുവിളിയാണ്. ആകെ ഉള്ളത് രാവിലെ 8:30 മുതൽ 1 മണിയുള്ള OP സമയം മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ കറക്റ്റായിട്ട് ഡോക്ടർമാർ വരുന്നില്ല. ഒരു 8:30, 9, 10 മണിയാകുമ്പോഴാണ് വരുന്നത്. വന്നാൽ തന്നെ 12 ആകുമ്പോൾ തന്നെ പോണ്. ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് വിടുന്നതാണ്. ഇവിടെ ആംബുലൻസ് വന്ന് നിൽക്കുന്നത് കാണാം. 5 മിനിറ്റിനുള്ളിൽ നേരെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ചോദിക്കുമ്പോൾ തന്നെ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെട്ടിടം നിർമ്മിച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. കെട്ടിട നിർമ്മാണത്തിനായി ചിലവഴിച്ച തുക നഷ്ടമായത് മിച്ചം. 250ഓളം ബെഡാണ് ആശുപത്രിക്കുള്ളത്. എന്നാൽ ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സോ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ രോഗികളെത്തുന്നത് കുറവ്. ഇനി എത്തുന്നവരാവട്ടെ നായയുടെ ശല്യം കാരണം പേടിയിലും. ഇനിയും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ശ്രീലക്ഷ്മി ബി പിള്ളൈ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.